ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. 241 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ സന്ദർശിച്ചു. വിമാന ദുരന്തം ഹൃദയഭേദകമാണെന്നും ഈ വേദന വാക്കുകൾക്കതീതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം സന്ദർശിച്ചു. വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അപകട സ്ഥലത്തു നിന്നും കണ്ടെത്തി. ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും വീണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിലും പരിസരത്തുമുണ്ടായിരുന്ന 20-ലേറെ പേർക്കും ജീവൻ നഷ്ടമായി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ് തുടങ്ങിയവർ രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് A. പവിത്രനെ സസ്പെൻഡ് ചെയ്തതായി റവന്യൂ മന്ത്രി K. രാജൻ. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 4 നാൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മുതിർന്ന നേതാക്കളെ അടക്കം മണ്ഡലത്തിലെത്തിച്ചുള്ള സജീവ പ്രചാരണമാണ് പുരോഗമിക്കുന്നത്. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വിവിധ അച്ചടി, ദൃശ്യ, ഓൺലൈൻ മാധ്യമങ്ങൾ, ആകാശവാണി, ദൂരദർശൻ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്നിവയുടെ പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ U. കേൽക്കറും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ P. പവനും തിരുവനന്തപുരത്ത് ആശയവിനിമയം നടത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി ആവിഷ്കരിച്ച വിവിധ സംരംഭങ്ങളെക്കുറിച്ച് യോഗത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 17 വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയെയും മുതിർന്ന സൈനിക നേതാക്കളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഇന്നലെ രാത്രി നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ്, സായുധസേനാ മേധാവി, ആണവോർജ സംഘടനാ മുൻ തലവൻ എന്നിവർ കൊല്ലപ്പെട്ടതായാണ് വിവരം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളിൽ ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കി. വിമാനത്തിലുണ്ടായിരുന്ന 156 യാത്രക്കാരും സുരക്ഷിതരാണ്. പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളും ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളും സജീവമാക്കുന്നതിന് KYC പുതുക്കാനുള്ള സൗകര്യം ലഭ്യമാക്കാൻ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി. നേരിട്ടെത്താൻ അസൗകര്യമുള്ളവർക്ക് വീഡിയോ സഹായത്തോടെ KYC പുതുക്കാനുള്ള സൗകര്യം നൽകണമെന്നും നിർദ്ദേശിച്ചു. ഹിമാചൽ പ്രദേശിൽ കടുത്ത ഉഷ്ണതരംഗം. ഷിംല, മണാലി മേഖലയിലടക്കം ഉയർന്ന താപനില രേഖപ്പെടുത്തി. സമതല പ്രദേശങ്ങളിൽ ഉഷ്ണക്കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 573 പോയിന്റ് നഷ്ടത്തിൽ 81,118-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 170 പോയിന്റ് നഷ്ടത്തിൽ 24,719-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ലോർഡ്സിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 282 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റിന് 120 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയ രോഗി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കോടശ്ശേരി സ്വദേശി സനീഷാണ് മരിച്ചത്. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരണമടഞ്ഞു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീതയാണ് പീരുമേട്ടിന് സമീപം വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത്. സ്കൂൾ കുട്ടികളുടെ രചനകൾ അടങ്ങിയ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിൽ പ്രദർശനമേള നടത്തുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പുസ്തക പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് അതിവർഷാനുകൂല്യ വിതരണത്തിനായി 30 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി V. ശിവൻകുട്ടി. സ്കൂൾ യൂണിഫോം അലവൻസ് പദ്ധതിക്കായി 80,34 ലക്ഷം രൂപയുടെ അനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.